എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ ഖാലിദ് റഹ്മാന്റെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളിലോട്ട് കിടക്കാം. അതിനു മുമ്പ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. മൊത്തത്തിൽ ഈ സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ അടിയിൽ എഴുതുക. അപ്പൊ എല്ലാവരും നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. Yeah, she's got some nice long hair and you know that she's a bad chick. All the boys stare, can't help it, it's a habit. Clothes that she ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഇന്നലെ കണ്ടത്. ഖാലിദ് റഹ്മാൻ എനിക്ക് വളരെയധികം മലയാള സിനിമയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടും വളരെ എന്താ പറയാ കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസിനെ അറിഞ്ഞുകൊണ്ട് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള അവരുടെ സ്പേസിൽ കൊണ്ട് അവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് പ്രൊജക്ട് കൊണ്ട് റിലീസ് ചെയ്യുന്ന ഒരു സംവിധായകൻ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ടെക്നീഷ്യനും വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഡയറക്ടറും. ഈ പറഞ്ഞ പോലെ ഒരു ആമയും മുയലിന്റെയും കഥ കൊണ്ടേ കൊടുത്താലും അത് ഒരു എന്താ പറയാ ഹിറ്റ് സിനിമയാക്കി ഇറക്കാൻ കഴിവുള്ള അത്രത്തോളം ബ്രില്യന്റും അത്രത്തോളം കഴിവുള്ള ഒരു സംവിധായകനാണ് ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്നത്. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന സിനിമയുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നടക്കുന്ന ഒരു ബോക്സിംഗ് ബേസ് ചെയ്ത് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഞാൻ കണ്ടപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റിന്റെ അകത്ത് തന്നെ നമ്മളെ ഡയറക്ടർ സിനിമയിലേക്ക് വലിച്ചിടുന്നുണ്ട്. ഇതാണ് പറയാൻ പോകുന്ന കോൺഫ്ലിക്റ്റും, ഇതാണ് പറയാൻ പോകുന്ന കണ്ടന്റും, ഇതാണ് ആദ്യം തന്നെ കഥയിലേക്ക് നമ്മളെ ഹുക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് പുള്ളി യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രീതിയിലും ആ സിനിമ ബോറടിക്കാതെ ത്രൂ ഔട്ട് നമുക്ക് എനിക്കൊരു ബോറടിക്കുന്ന ഒരു പോർഷൻസും ഉണ്ടായില്ല. ലാഗ് ഫീൽ ചെയ്യുന്നതോ ബോറടിക്കുന്ന പോർഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല സിനിമയിൽ. പിന്നെ എടുത്തു പറയേണ്ടത് അതിന്റെ മ്യൂസിക്കും എന്താ പറയാ സിനിമാറ്റോഗ്രാഫി ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ പ്ലേ ചെയ്തേക്കുന്നത് ശ്രീനി ശശിധരൻ എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഡയലോഗ് എഴുതിയേക്കുന്നത് രതീഷ് രവിയാണ്. ഡയലോഗ്സ് ഒക്കെ എന്താ പറയാ ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടി ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ചില ലാസ്റ്റത്തെ കുറച്ച് പോർഷൻസിൽ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയാ ക്ലീഷ അല്ല ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന ഡയലോഗ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലാസ്റ്റ് ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ചില പോർഷൻസിൽ ഡയലോഗ് എനിക്ക് ഭയങ്കര സ്കിറ്റ് പോലെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ ബാക്കി ത്രൂ ഔട്ട് എൻഗേജ് ചെയ്ത് തന്നെ ഡയലോഗ്സ് കോമഡി വർക്ക്ഔട്ട് ചെയ്തത് നല്ല ഫീൽ. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ടത്തെ ദിലീപിന്റെ ഫീൽ ഗുഡ് സിനിമകളില് അല്ലെങ്കിൽ ദിലീപ് അഭിനയിച്ച അപ്പോ ആ സിനിമയിലെ ദിലീപിന്റെ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് എവിടൊക്കെയോ ആക്ടിങ് വൈസ് അല്ല കേട്ടോ, അല്ലാത്ത മേക്കിംഗ് വൈസ് അതിന്റെ കോമ്പോസിഷൻ വൈസ് എനിക്ക് ആ സിനിമയുടെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഫീല് കൊണ്ടുവന്നു. നസ്ലിന്റെ കഥാപാത്രം ചെയ്തേക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് ജിംഷി ഖാലിദ് എന്ന് പറയുന്ന ആളാണ്. എഡിറ്റ് ചെയ്തേക്കുന്നത് നിഷാദ് യൂസഫാണ്. എഡിറ്റർക്ക് എന്താ പറയാ ഈ സിനിമ അത്രത്തോളം എൻഗേജ് ചെയ്യിച്ചതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാറ്റ്സ് ഓഫ്. എന്ന് വെച്ചാൽ അത്ര ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഈ പടം. എനിക്കും തല്ലുമാലയുടെ അത്രയും ഇല്ല, പക്ഷെ എങ്കിലും ഇത് ആ ഒരു ജോണറല്ല, കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. കാരണം ആ ഒരു ഫാസ്റ്റ് പാറ്റേണിലല്ല ഈ സിനിമ പറഞ്ഞേക്കുന്നത്. ഇത് ബേസിക്കലി ഇത് ഹ്യൂമറിലൂടെ പറഞ്ഞു പോയേക്കുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് വൈസ് എനിക്ക് ഭയങ്കര അതേ പറഞ്ഞു സിനിമ ത്രൂട്ട് ഒരു സ്ഥലത്ത് പോലും നമ്മൾ ശ്രദ്ധ നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മളെ ഈ സിനിമ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ എഡിറ്റർ പിന്നെ നമ്മുടെ ഡയറക്ടറും എല്ലാരും കൂടി ചേർന്ന് നമ്മളെ ഓഡിയൻസിനെ പിടിച്ചിരുത്തുന്നുണ്ട്. തിയേറ്ററിൽ ചില സ്പേസിൽ ചില സീൻസ് ഒക്കെ വരുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് എന്താ പറയാ കൈയടിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന സീനുകളുണ്ട് കേട്ടോ. അത് ചില ഗസ്റ്റ് റോളൊക്കെ വരുമ്പോ ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. വിഷ്ണു വിജയാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തേക്കുന്നത്. അതിപ്പോ ഭയങ്കരമായിട്ട് ഈ പടത്തിലോട്ട് നമ്മളെ ചില പാട്ടുകളൊക്കെ കയറി വരുമ്പോ വേർഡ്സും ലിറിക്സും നമുക്ക് അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിലും അത് യൂസ് ചെയ്തേക്കുന്ന രീതിയും
ഒരു എന്താ പറയാ കണ്ടംപററി മെത്തേഡ് ഒക്കെ ഭയങ്കരമായിട്ട് ഈ സിനിമയിലോട്ട് നമ്മളെ ഇന്നാക്കുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ നസ്ലിന്റെ എന്താ നായകന്റെയും ടീമുകളുടെയും ഇൻട്രഡക്ഷൻ ഒക്കെ ഇട്ടേക്കണ ഒരു പാട്ടുണ്ട്, ഹിറ്റ് പാട്ടാണ് അത് ചെയ്തേക്കണ. ആ പാട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ ലാസ്റ്റ് വരുന്ന ചില ഇത് ബേസിക്കലി സെക്കൻഡ് ഹാഫ് പോകുന്ന ഒരു സ്ഥലത്ത് തന്നെ. അപ്പൊ ആ ഒരു സ്ഥലത്ത് ഇവിടെ ബോക്സിംഗ് കോമ്പറ്റീഷൻ നടക്കുന്ന സ്പേസിൽ യൂസ് ചെയ്തേക്കണം പാട്ടും ഇതൊക്കെ ഉണ്ട്. അത് നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചെടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മ്യൂസിക് ഡയറക്ടർ. സോ അയാൾ ജിംഷി ഖാലിദ് ചെയ്തേക്കുന്ന ഫ്രെയിമുകൾ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഫ്രെയിംസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഇത് ആലപ്പുഴ ബേസ് ചെയ്താണ് കഥ പറയുന്നതെങ്കിലും എന്താ പറയാ അതിന്റെ ഈ കഥയ്ക്ക് അനുസരിച്ചുള്ള ഭംഗിയുള്ള ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻസ് ആണ് പുള്ളി ഇതിൽ മാക്സിമം യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഇത് ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെയാണ് ഇത്. അപ്പൊ അതുപോലെ തന്നെ അത്രത്തോളം ഹാപ്പി ആയിട്ടുള്ള ഇതിലൂടെയാണ് കഥ പറഞ്ഞു. അപ്പൊ ഭയങ്കര കളർഫുൾ ആണ് ഫ്രെയിമുകളെല്ലാം കോമ്പോസിറ്റ് ചെയ്തേക്കണം. ഭയങ്കര കളർഫുൾ ആയിട്ടാണ് ഫ്രെയിമുകളൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷെ എനിക്ക് പുള്ളിയെ കുറിച്ച് പോരായ്മ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കഥ പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ ആലപ്പുഴനെ രജിസ്റ്റർ ചെയ്യുന്ന രീതിയിൽ ഷോട്ടുകളൊന്നും ഉണ്ടായില്ല. ഒരു മാസ്റ്റർ ഷോട്ടുകളോ അല്ലെങ്കിൽ രജിസ്റ്റർ ആലപ്പുഴ എന്ന് പറയുന്ന ആ ഒരു ടൗണിനെ അല്ലെങ്കിൽ ആ വില്ലേജിനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിൽ കഥ നടക്കുന്നത് ഫസ്റ്റ് പാർട്ട് അവിടെയാണ്. പക്ഷെ എങ്കിലും അത്രത്തോളം അങ്ങോട്ട് ഇതാ. കാരണം ആലപ്പുഴ ബേസ് ചെയ്തിട്ടാണ് ഇവർ കോമ്പറ്റീഷന് പോകുന്നതും. ആലപ്പുഴ ബേസ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ആ നാട് ആലപ്പുഴ എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ നമുക്ക് സിനിമയിൽ ചില ഏരിയയിലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഗംഭീരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആലപ്പുഴ എന്ന് പറയുന്ന അവർ താമസിക്കുന്ന വീടുകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, ഇതൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല ഓഡിയൻസിലേക്ക്. എവിടെയുള്ള കുറച്ചു പേര് ആലപ്പുഴയിലുള്ള കുറച്ചു പേര് പക്ഷെ ആലപ്പുഴയാണോന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ ഇവിടെ സ്ലാങ്ങുകളൊക്കെ വിട്ടുപോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് എനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. സിനിമാറ്റോഗ്രാഫിയിൽ പറയുകയാണെങ്കിൽ കുറച്ച് മാസ്റ്റർ ഷോട്ടുകളൊക്കെ വെക്കായിരുന്നു. കാരണം ആ വീട് എന്താ നസ്ലിന്റെ വീട് പറയുന്ന ഇന്റീരിയർ അല്ലാണ്ട് വേറെ ഒന്നും ആ വീടിന്റെ കാണിക്കുന്നില്ല. എവിടെയാണ് ആ വീട് ആലപ്പുഴ. അപ്പൊ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആലപ്പുഴ രജിസ്റ്റർ ചെയ്യേണ്ട കുറെ സാധനങ്ങൾ വിട്ടുപോയോന്ന് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. എനിക്കൊരു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ആക്ഷൻ എടുത്ത് പറയാന്നുണ്ടെങ്കിൽ നല്ല ആക്ഷൻ കൊറിയോഗ്രാഫി തല്ലുമാലയുടെ അത്രയും എക്സ്പെരിമെന്റലും അത്രയും ഡിഫറെന്റ് ആയിട്ടും നമുക്ക് ഇതിൽ ഫീൽ ചെയ്യില്ല. റിയലിസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത്. പക്ഷെ ചെയ്തേക്കുന്നത് നമ്മൾ ബോർ അടിക്കില്ല, എൻഗേജ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കോമഡി ആണല്ലോ മിക്സ് ചെയ്തത്. ഭയങ്കര റിയലിസ്റ്റിക് ആണെങ്കിലും കോമഡി മിക്സ് ചെയ്താണ് പോകുന്നത്. അപ്പൊ പിന്നെ ചില ഈ ബോക്സിംഗ് റിങ്ങിൽ നടക്കുന്ന ഇവരുടെ കുറെ ഷോട്ട്സ് പോകുന്നുണ്ട്. അത് രസമാണ്. പക്ഷെ എങ്കിലും സിനിമാറ്റോഗ്രാഫിയിൽ കുറച്ചും കൂടി എനിക്ക് എന്താ ഇമോഷണലി ചില ഇവർ വീഴുന്ന സ്പേസിലൊക്കെ കുറച്ച് രസമാക്കായിരുന്നു എന്ന് തോന്നി. ഇപ്പൊ ഒരു സീനൊക്കെ ഉണ്ട്, ഈ വളരെ ഇഷ്ടപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് പെൺകുട്ടി ഒരു പാട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്തൊരു ഹീറോയിനെ ആ പാട്ടിലാണ് ബേസിക്കലി ഹീറോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവളുടെ ഒരു പാട്ട് സീൻ കാണിക്കുന്നുണ്ട്. റിങ്ങിൽ ഇവള് ബോക്സ് ചെയ്യണ വേറൊരു എതിരാളികൾ. അത് ഈ സാർപ്പാട്ട സിനിമയില് എന്താ പറയാ അതിനകത്തൊരു കഥാപാത്രം ഡാൻസ് ചെയ്യുന്നത്, ഞാൻ പേര് എനിക്ക് വിട്ട്. അപ്പൊ ആ കഥാപാത്രത്തിന് റിസംബിൾ ചെയ്തിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ എനിക്ക് തോന്നി. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില ഏരിയയിൽ കുറച്ചും കൂടി വർക്ക്ഔട്ട് ചെയ്യായിരുന്നു. ബോക്സിംഗ് സിനിമയല്ലേ, അപ്പൊ കുറച്ചും കൂടി എക്സ്പെരിമെന്റലി കുറച്ച് വർക്ക് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതും എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ ബേസിക്കലി ഓൾ ഇൻ ഓൾ എന്താ പറയാ ഈ റൈറ്റർ പറയുന്ന കണ്ടന്റിലേക്കും ഈ ഫിലിമിലേക്കും വരികയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇൻ ഓൾ സിനിമ നല്ല സിനിമയാണ്. നമ്മൾ എൻഗേജ് ചെയ്യിച്ച് നിർത്തുന്ന സിനിമയാണ്. ഈ പറഞ്ഞ പോലെ ആ ഒരു യങ്സ്റ്റർ വൈബ് ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഈ പറഞ്ഞ പോലെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്ക്രിപ്റ്റിന് ട്വിസ്റ്റ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ എന്താ പറയാ ഗ്രാഫ് കയറുന്ന ഏരിയ ഉണ്ട് സ്ക്രിപ്റ്റിൽ. ചില ഏരിയയിൽ നമ്മളത് കിട്ടുമോ എന്നുള്ള രീതിയിൽ അതൊരു ട്വിസ്റ്റ് ആയിട്ടൊക്കെ വേണമെന്ന് ഈ സിനിമയിൽ ഖാലിദ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാരണം ഒന്നും ഇല്ലാത്തൊരു കണ്ടന്റിൽ നമ്മൾ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്. കഥ ഇല്ലാത്ത
കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരിക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഥ ഇല്ലാത്തൊരു സിനിമയിലേക്ക് സ്ക്രിപ്റ്റിന്റെ ബലം കൊണ്ട് മാത്രം ഈ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം, അത്ര നേരം എൻഗേജ് ചെയ്ത് നിർത്തുന്നു. അപ്പോ ചില എരിപ്പിന്റെ സ്ഥിരം ക്ലീഷ കോണ്ടന്റുകളിൽ പൊളിച്ചതായിട്ട് ചില എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ദങ്കല് അല്ലെങ്കിൽ അങ്ങനെ സിനിമകളെ കാണുമ്പോൾ നമ്മൾക്കറിയാം നായകൻ ലാസ്റ്റ് മറ്റേ വില്ലനെ ഇടിച്ച് നശിപ്പിച്ചു കളയും, കാരണം നായകൻ ജയിക്കും എന്നുള്ള ഇതില് അവരത് പൊളിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നസ്ലിൻ നായകനാണെങ്കിൽ പോലും ഫസ്റ്റ് ബിൽഡപ്പ് സെക്കൻഡ് ഹാഫിൽ വരുമ്പോ നസ്ലിൻ എന്ന് പറഞ്ഞ നായകനെ പ്ലേസ് ചെയ്തേക്കുന്നത് വേറൊരു ഇതിലാണ്. കാരണം ഇയാള് ആ ഒരു എന്താ പറയാ സ്പോർട്സ് ഇത് ചെയ്തിട്ട് അയാള് പിന്നെ ബോക്സിംഗ് ആയി മാറുമോ എന്നുള്ളതെന്നല്ല പറഞ്ഞേക്കണേ. പക്ഷെ ആ നസ്ലിനെ ലാസ്റ്റ് പ്ലേസ് ചെയ്തേക്കുന്നതും ഈ പറഞ്ഞ പോലെ നമുക്കത് ഫീലും ചെയ്യില്ല. കാരണം ആ കഥാപാത്രം അങ്ങനെ അത് ഞാൻ സ്പോയിലർ ആവാതെ പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ആ എന്താ ഹീറോന്റെ ഒരു ട്രാക്ക് ഉണ്ടല്ലോ, ഈ നടന്ന് ഈ ഹീറോന്റെ ഒരു ടോട്ടൽ സിനിമയുടെ ഒരു ട്രാക്കില് അവര് അവിടെ യൂസ് ചെയ്തേക്കുന്ന സ്ഥിരം സിനിമയുടെ പാറ്റേണിൽ നിന്നും ഒന്ന് വ്യത്യസ്തമായിട്ട് ഈ നസ്ലിന്റെ സ്റ്റോറി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഗ്രാഫ് സ്റ്റോറി അല്ല, നായകൻ വന്നു, നായകന്റെ ഉയർച്ച, അത് കഴിഞ്ഞ നായകന്റെ കോൺഫ്ലിക്റ്റ് ഉണ്ട്, നായകൻ അത് ഇടിച്ചു ജയിക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും, ഇതൊക്കെ ഒരു സ്ഥിരം ക്ലീഷ സിനിമയിൽ വരുന്ന സ്പോർട്സ് സിനിമയിൽ വരുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ അതിനെ ലാസ്റ്റ് എത്തുമ്പോഴൊക്കെ പൊളിച്ചു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ സാധനം തന്നെ മാറിപ്പോകും സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. If you get what I am saying, and they say that she's not easy, no, she's really complicated, but that only makes it better, and it's got me so fixated, and I'm not the type to wait around, I've never hesitated, but she's got me captivated, so the game, I'm gonna play it, yeah. She got a body like a coke thing, she likes to keep